എല്ലാവർക്കും യുവാത്തിഫിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് പുതിയ ഷോറൂം തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഡിഫൻഡർ എടുത്തിട്ട് പോവാം ഗൈസ്. ഞാനൊരു ചെറിയൊരു പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പുതിയൊരു ചെറിയൊരു പോർച്ച് ഉണ്ടാക്കിയ ഗൈസ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം ഇടുക ഗൈസ്. ഗൈസ് നമുക്ക് എന്തെങ്കിലും പുതിയൊരു ഇത് തുടങ്ങണമെന്ന് കുറേ നാളെ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഫ്രണ്ടോട്ട് എവിടെയെങ്കിലും പോടാ. ഈ വണ്ടി എനിക്ക് കൊള്ളൂല. പോടാ, ഞാൻ വേണ്ട. അപ്പൊ ഗൈസ് വീഡിയോ അന്നേരം ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ മോനെ ഒരു വണ്ടിയാടാ, ഒരു വണ്ടി വരൂ ഗൈസ്. നമുക്ക് വണ്ടീനെ തപ്പാം. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടാണ്ട് വയ്യ. ചേട്ടാ ഒന്ന് നിർത്ത്. ലിഫ്റ്റ് വരുമോ? ലിഫ്റ്റ് ചേട്ടാ, ലിഫ്റ്റ്. നമുക്ക് ബസ്സിന് കാത്തേക്കാം ഗൈസ്. അപ്പൊ ഗൈസ് നമുക്കിതാ ഒരു ബസ് ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ ഒരു ടിക്കറ്റ്. എവിടെയാ മോനെ പോണ്ടേ? ചേട്ടാ നമ്മുടെ ആ ഷോറൂമില്ലേ അവിടെ കൊടുക്കുന്ന റെന്റ് കൊടുക്കുന്നേ ആ ഷോറൂമിൻ്റെ അവിടെയാണ് മോനെ. 13 രൂപ. 13 രൂപയാ. എന്നാ ചേട്ടാ പിടി. ആ ഓക്കെ മോനെ, എന്നാ ടിക്കറ്റ്. ഓക്കെ ഗൈസ്. അയ്യോ ഇവരെന്തെന്നാടി ഇടിച്ചിട്ടൊക്കെ പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മളെ ഡിഫൻഡിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ഇവിടെ ഒരു പഴയ ഒരു ഇതുണ്ട്, അത് നമുക്ക് എടുക്കാം ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കാം. ഇപ്പം അപ്ഗ്രേഡ് ചെയ്തില്ല. എന്തൊക്കെ നമുക്ക് എല്ലാ വണ്ടികളും ഇവിടെ പിന്നെ നമുക്ക് ഈ ഇത് മേടിക്കണം എന്തായാലും ഗൈസ്. നമുക്ക് എന്താക്കാം, ഇവര് നേരെ കത്തിച്ചു വിടാണ്. ചേട്ടാ ഒന്ന് നിർത്തും ഇവിടെ. ആ മോനെ ഇറങ്ങിക്കോ. അയ്യോ ചേട്ടാ, വണ്ടി ഓടിച്ച് നോക്കുമ്പോഴാണ് എന്നെ ഇറക്കും. എന്തെന്നാ ചേട്ടാ, സോറി മോനെ. എന്നാ ശരി ചേട്ടാ, ടാറ്റാ. ആ മോനെ ചേട്ടാ. അപ്പൊ ഗൈസ് നമ്മളെ ചേട്ടൻ അങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് എന്താക്കാം, നമ്മൾ ആശാനെ വിളിക്കാം. ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം. ഗൂഗിൾ പേ വെക്കണം. നമുക്ക് ആശാനെ വിളിക്കാം. ഓക്കെ ഗൈസ്. നമ്മൾ ആശാനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആശാൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞ എന്താ പോലെ നമുക്ക് കാത്തിക്കാം. ഫ്രാങ്ക്ലിനെ എത്ര കാലമാണ് നമ്മൾ കണ്ടിട്ട്. ആശാനെ അസ്സലാമു അലൈക്കും. ആശാനെ ഇത് ഞാൻ മേടിക്കാൻ പോകുന്നത് എത്ര ലക്ഷം? എടാ ഇതിന് ലക്ഷം എന്നല്ലടാ, കോടി വരും. ഒരു 2 കോടി അടച്ചിട്ടോ. 2 കോടിയോ ചേട്ടാ? അത് ഇച്ചിരി കൂടുതലല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് 2 കോടി കിട്ടണം. ചേട്ടാ ആ വണ്ടി ഒന്ന് വാടകയ്ക്ക് തരുമോ? ആ മോനെ ആ എടുത്തോളൂ. ചേട്ടന് ഇവിടുത്തെ നിൽക്ക്, ഞാൻ പോയിട്ട് 2 കോടി സങ്കല്പിച്ചിട്ട് തരാം. ഓക്കെ മോനെ. അപ്പൊ ഗൈസ് നമ്മളെടുത്ത് 2 കോടി പോയിട്ട് 1 കോടി പോലും ഇല്ല ഗൈസ്. ആകെ ഒരു 20 ലക്ഷം ഉണ്ട്. അതിനെ കൊണ്ടാണ് ഇത് മേടിക്കാൻ വിചാരിച്ചത്. പക്ഷെ ഇനി 2 കോടിയാണ് ഗൈസ്. ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കും? എന്തോ ചെയ്യ.
നമ്മുടെ സ്വന്തം അയ്യോ ഡിഫൻഡർ മാറിക്കണം എൻ്റെ വണ്ടി ആശാന വണ്ടി. നമ്മുടെ സ്വന്തം പോലീസ് സ്റ്റേഷനിൽ ലംബോർഗിനിൻ്റെ വണ്ടിയാണ്. ആ വണ്ടി വിറ്റാല് 3 കോടി 4-5 കോടി ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ആ വണ്ടി വിറ്റാലോ? ഓക്കെ, നമുക്ക് എന്താക്കാം, ആ വണ്ടി വിൽക്കാം, എടുക്കാം. ആ വണ്ടി എടുക്കാൻ ഇച്ചിരി ടൂൾസൊക്കെ എടുക്കണം. നമുക്ക് ആദ്യം പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് വേണം മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം പോവാന്. ആ അല്ലേ പണി കിട്ടും. ഗൈസ് നമുക്ക് ഷർട്ടൊന്നും ഇടാം. നമ്മൾ ഇടാത്ത ഡ്രസ്സുമാണ് ഇടാൻ. പാൻറ് ഇതെല്ലാം അല്ലേ പാൻറ്റും അതൊന്നും ഇടാം. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വേണം. പിന്നെ മാസ്ക് വേണം, ബാഗും വേണം, ഒരു തൊപ്പിയും വേണം, മുടിയും വേണം. ഓക്കെ, ഇപ്പം നമ്മളെ കണ്ണൊന്നും കാണൂല, നമ്മൾ ആരാന്ന് പോലും അറിഞ്ഞൂടാ ഗൈസ്. നമ്മളെ മുടിയൊക്കെ നമ്മൾ അടുക്കി എണ്ണയും ഉണ്ടാക്കി വെച്ചതിന് ഇത് ഫുള്ള് ഞാൻ പറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണിയായിരിക്കും. എന്തായാലും ഗൈസ് നമ്മളെ റോബറി തുടങ്ങാം. ഈ ബാഗാണെങ്കിൽ നമുക്ക് പൈസ എടുത്തിട്ട് കൊടുക്കാനുള്ള ബാഗാണ്. ഇത് കൊള്ളുമോ? ഇതിൽ കൊള്ളൂല എന്നാ തോന്നുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് വേറെ ബാഗ് എടുക്കാം. എല്ലാം കൊട്ടിക്കോട്ടി വെക്കണ്ടല്ലേ. ഇത് വേണ്ട, ഇതും വേണ്ട. ഇത് നല്ല വലിപ്പമുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്താക്കാം, നേരെ അങ്ങോട്ടേക്ക് കത്തിച്ചു വിടാം. വേറെ ആരെങ്കിലും വണ്ടി എടുക്കണം, വല്ല പണിയാവും. നമ്പർ പ്ലേറ്റ് പിടിക്കും ഗൈസ്, നമ്പർ പ്ലേറ്റ് പിടിക്കും. ഓക്കെ ചേട്ടാ ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ ഗണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് എന്താക്കാം, ഒരു വണ്ടി സെറ്റാക്കണം. ആ വണ്ടിയൊക്കെ എങ്ങനെയാ പോവാ? നമുക്കൊന്ന് കാത്തു നിൽക്കാം ഗൈസ്. ഞാൻ കുറേ നേരം കാത്തിരിക്കുന്നു, ഒരു വണ്ടി പോലും ഇതിൽ കൂടെ പോകുന്നില്ല. അതാ ഒരു വണ്ടി ഈ സമയത്ത് തന്നെ. ആ സമയം കൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ചു ഈ വഴിയിൽ കൂടെ അങ്ങ് പോയൂടെയെന്ന്. എന്തായാലും ഗൈസ് ഞാനിങ്ങനെ തീരുമാനിച്ച്. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പം ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഗൈസ്, അവിടെ 10-ലധികം പോലീസുകാരുണ്ട്. രാത്രിയാണെങ്കിൽ പോലീസുകാർ കുറവായിരിക്കും, 1-2 ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഈ സമയത്ത് പോലെ നടക്കൂല ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് രാത്രി ആവുന്ന വരെ കാത്തു നിൽക്കണം. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ വീട്ടിലോട്ടേക്ക് അങ്ങ് പോവാം. ഈ ഡിഫൻഡർ ആരുടെ ഇങ്ങനെ വെച്ച് കുറേ നേരം ഈ ഡിഫൻഡർ എന്തെങ്കിലും ഒന്ന് മാറ്റണം. കുറേ നേരം ഇത് കൊടുത്ത് നിൽക്കുന്നു. ഇങ്ങനെ വെച്ചാൽ സംശയിച്ചാലും ഉണ്ടാക്കാം, നമുക്കിത് മാറ്റാം. ഇതൊന്നും മര്യാദയ്ക്ക് അനങ്ങുന്ന പോലില്ല ഗൈസ്. ഓക്കെ നമ്മളിത് ഒന്നും കൂടി കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് എന്തായാലും ഓക്കെ ഇതാണെങ്കിൽ എന്താ പറ്റുവാണെങ്കിൽ ഭയങ്കര കനടോ അടിക്കടാ. ഓക്കെ നമുക്ക് എന്താക്കാം, ആ വണ്ടി കൊണ്ട് മെല്ലെ ഇടിക്കാം. എല്ലാം ഇടിച്ചാൽ സ്ക്രാച്ച് ഒന്നും പറ്റില്ല, ബുള്ളറ്റ് പ്രൂഫാണ്. പക്ഷെ പാർട്സുകൾ ഇങ്ങനെ പീസായി വരും, അതാണ് എൻ്റെ ഏത് കുഴപ്പം. കൂടി വണ്ടിയാണ്, ഈ വണ്ടി നമ്മളെ ഷോറൂമിലൊക്കെ വെക്കണം. ഓക്കെ ഗൈസ് നമുക്ക് എന്താക്കാം, നേരെ
അവിടെ നിൽക്കടാ. നമുക്ക് എന്തായാലും ആ ഡിഫൈൻഡർ എന്തായാലും ഇങ്ങോട്ടേക്ക് കയറ്റി വെക്കാം ഗൈസ്. നമുക്ക് എന്തായാലും വേഗം പോയി ആ ഡിഫൈൻഡർ കയറ്റി വെക്കട്ടെ. ഇതാ എന്നിട്ടും പോയിക്കില്ലേ? എന്ത് ഡേ പോയിക്കില്ല. ഞാൻ എൻ്റെ ഒരു മിനിറ്റുള്ള ഇതാണെങ്കിൽ ഒന്നും കൂടി ഇരിക്കാനല്ലോ ഗൈസ്. എങ്ങനെയെങ്കിലും നമുക്ക് ആക്കാൻ കഴിയും. അതിന് മുന്നേ തന്നെ വീഡിയോ എന്നത് ലൈക്ക് ചെയ്യാം. എടുക്കടാ മോനെ. അയ്യോ ഡിഫൈൻഡർ അങ്ങ് തിരിച്ചെടുത്തിട്ടുണ്ട്. പോർച്ചിലേക്ക് കയറ്റി വെക്കാം. നമ്മളവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് രാത്രിയാവും വരെ നമുക്കൊന്ന് ക്ഷീണമൊക്കെ മാറ്റാനൊന്ന് ഉറങ്ങാം ഗൈസ്. ഒന്ന് മയങ്ങിയിട്ടൊന്ന് വരാം. അപ്പോൾ ഗൈസ് അപ്പോൾ ഗൈസ് രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്തായാലും പിന്നെ ലംബോർഗിനി ഒരു ദിവസം നമുക്ക് എടുക്കാം. ഒരു ദിവസം എടുക്കല്ലോ എൻ്റെ ഈ വണ്ടി എടുക്കുന്നത്. നമുക്ക് എന്തായാലും നടന്നു പോവാം ഗൈസ്. ഈ വണ്ടി എടുത്താൽ നമ്പർ പ്ലേറ്റ് എൻ്റെ ബോസിനും വരും, പ്രശ്നം എൻ്റെയും വരും. ബോസിനെ ഒന്ന് എന്നെ കൊന്നാളിയും ബോസ്. അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാത്ത ഗൈസ്. നമുക്ക് എന്താക്കാം, മെല്ലെ അടിച്ചാം. ഓക്കെ ഗൈസ്, നമുക്ക് ഗണ്ണമാശില്ല. ആരെങ്കിലും അറിഞ്ഞാലോ? ഓക്കെ ഓക്കെ, നമുക്ക് അയ്യോ പിന്നെയും തല എന്തെങ്കിലും ആട്ടെ. നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മളിതാ നോക്കാൻ പോവാണ്. ഓക്കെ, ലംബോർഗിനി യൂറോസ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഒരു പോലീസ് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നോക്കിക്കായിരുന്നു. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആ പോലീസുകാരെ കറക്റ്റ് ഉണ്ടെങ്കിൽ കിട്ടും. കണ്ടില്ലേ? പക്ഷെ ഉള്ളിൽ ഭയങ്കര വെളിച്ചാണ്. നമുക്ക് മെല്ലെ അയാൾ കാണാണ്ട് വേണം. ഓക്കെ, ഇവിടുന്ന് വെടിവെക്കാനാണ് എൻ്റെ ഇത്. അയാൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ വേണം. ഓക്കെ, ഇത് നമുക്ക് പിടിച്ചേക്കാം. ഇങ്ങോട്ടാണ് ഗൈസ് തിരിഞ്ഞു നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ റെഡിയാവും. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുക്കടാ. വെടിയോ അടി പൊടിഞ്ഞിരിക്കുന്നി. ഓക്കെ ഗൈസ്, ആരും അറിഞ്ഞില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇത് കൊണ്ടാവാൻ പോലീസുകാരാ തോക്കുന്നതിലോ ഗൈസ്. പോലീസുകാരനെ തോക്ക് എടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് എടുത്തിയാണ് കുഴപ്പമില്ലല്ലോ. എന്തായാലും ഗൈസ് ആരും തന്നെ ഇപ്പൊ ഒന്നും വരണില്ല. മറ്റേതുണ്ട് കാണിച്ച് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. പാർക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്കിവിടെ വലിയ പാർക്ക് ഉണ്ടാവില്ല. ബാക്ക് സൈഡാണ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഓക്കെ ചാടാം. എന്തായാലും ഗൈസ് നമുക്ക് രാവിലെ എണീച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും രാവിലെ എണീക്കാം ഗൈസ്. ഫ്രാങ്ക്ലിനെ ഒന്ന് പുറത്തോട്ട് വരുമോ? അയ്യോ ഗൈസ്, പോലീസുകാരിൽ വന്ന് ഇതെന്താ വണ്ടിയിൽ നിന്ന് എന്താ സാറ് പുറത്തിറങ്ങി? എന്താണ് സാറേ, പറയൂ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇന്നലെ രാത്രി എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കണ്ടോ? എന്താണ്? അവിടുത്തെ ലംബോർഗിനി പോലീസ് ആരോ കണ്ടുണ്ടായി. നിന്റെ കാലിൻ്റെ അടിയിൽ വെടിവെച്ചിട്ട് അവിടെയാണ്. കാലിനടിയിലാ? ഇതെന്തേ പറ്റിയോ?
അതുകൊണ്ടല്ലടാ ഞാൻ വണ്ടി തന്നിരിക്കുന്നത്. ആ സാറേ ഞാൻ കണ്ടു. ഞാൻ പുറത്തിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ ലംബോർഗിനി ഉറൂസ് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറാണോ സാറേ? ആടാ മോനെ, ബ്ലാക്ക് കളർ. ആ വഴി പോയിക്കു സാറേ, ആ വഴി പോയിക്കോ. നമ്മളെ പിടിച്ചിട്ട് എന്തേ കാര്യമുള്ളൂ. അപ്പൊ ഗൈസ് നമ്മളെങ്ങനെയല്ലോ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മളങ്ങനെ ആ പോലീസുകാരനും പോയി. ഇനി എന്താക്കാം, നമുക്കെന്താക്കാം, പോസിനെ വരുത്താം ഗൈസ്. നമ്മളെ ഈ വണ്ടി എടുത്തൊന്ന് കൊടുക്കാം. ആദ്യം എന്താക്കാം, ആ വണ്ടി പോസ് എടുക്കട്ടെ. നമുക്കെന്താക്കാം, നമ്മളെ ലംബോർഗിനി ഉറൂസ് ഇപ്പുറത്ത് പോയിട്ട് എടുത്ത്. അയ്യോ, ഫ്രാങ്ക്ലിൻ്റെ മതിൽ കാണാൻ അറിഞ്ഞൂടെ ഗൈസ്. പക്ഷെ അവിടെ വരെ കയറാൻ ബാക്കിയാവുന്ന ഫ്രാങ്ക്ലിനെ പോകുന്നു ഗൈസ്. അതാണ് ഗൈസ് പിന്നെ ഏക പ്രശ്നം. നമ്മളെന്താക്കാം, നമ്മള് ലംബോർഗിനി ഉറൂസ് സാറ് വന്നിട്ടുണ്ട്. ഈ വണ്ടി സാറിന് ഇഷ്ടപ്പെട്ട സാറ് പറഞ്ഞു 10 കോടി തരാമെന്ന് പറഞ്ഞു. 10 കോടി കിട്ടും. 8 കോടി കിട്ടും. എന്ന് വെച്ചാൽ ആ 2 കോടി ഞാൻ എന്താക്കി, പിന്നെ ഇതങ്ങ് മേടിച്ച് എത്രയുണ്ട് സാറേ? വേഗം സാറേ, അവിടെ ഞാനിതാ വരുന്നില്ലേ എന്നൊക്കെയാണ് സാറേ. രക്ഷയില്ല സാറേ, ഞാനല്ലേ ആള്. ഒരു രസമില്ല, നമുക്ക് സന്തോഷം കൊണ്ട് പറ്റുന്നില്ല സാറേ. നമ്മളെല്ലാം സെറ്റാക്കി മേടിക്കില്ല. സാറങ്ങോട്ടാ? മോനെ ഈ ഡീല് സെറ്റ് ഉറപ്പിച്ചോ? ആടാ മോനെ, ഈ ലംബോർഗിനി ഇത് രണ്ടൊക്കെ പിന്നെ ഇതിഞ്ഞെടുത്തോ. എന്നാ 8 കോടി എന്നാ പിടിച്ചോ. താങ്ക് യു സാറേ. എന്നാൽ ശരി ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ, സീ യു.